പൊതുജനങ്ങൾ ഇന്നത്തെ വാർത്താ പകലിൽ ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. സംസ്ഥാനത്ത് റേഷൻ കടകൾ അത്രയും അടച്ചിട്ടൊരു സമരം നടക്കുകയാണ്. റേഷൻ മേഖലയോടുള്ള അവഗണനയ്ക്കെതിരെയാണ് വ്യാപാരികൾ സംയുക്തമായി രാപകൽ സമരം നടത്തുന്നത്. എന്നാൽ ജനങ്ങൾക്ക് റേഷൻ നിഷേധിക്കുന്ന തരത്തിലുള്ള നിലപാട് ആരെടുത്താലും അത് വലിയ തെറ്റെന്നാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ ഇന്ന് എടുത്ത നിലപാട്. ആവശ്യങ്ങൾ അനവധിയാണ്, സർക്കാരുമായി ചർച്ച നടത്തിയതുമാണ്. അതിലൊന്നും പരിഹാരമാകാതെ വന്നതോടെയാണ് തിരുവനന്തപുരം പാളയത്തെ രക്തസാക്ഷി മണ്ഡപത്തിന് മുൻപിൽ ഇവർ സമരത്തിനിറങ്ങിയത്. സംസ്ഥാനത്തെ 14,000-ലധികം റേഷൻ കടകൾ അടച്ചിട്ടാണ് വ്യാപാരികളുടെ 2 ദിവസത്തെ സമരം. റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക, കിറ്റ് കമ്മീഷൻ നൽകുക, KTPDS പരിഷ്കരിക്കുക തുടങ്ങിയവയാണ് സമരാവശ്യം. ഗവൺമെൻറ് മാറി ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കും. ആ ചർച്ചകളൊക്കെ പരാജയപ്പെടും. ഒരു തീരുമാനം ഉണ്ടാകാതെ ഞങ്ങളെ നിരാശയിലേക്ക് തള്ളിവിടുന്നൊരു സാഹചര്യം ഉള്ളത്. ഇപ്പോൾ ഞങ്ങൾ 1 മാസം മുമ്പ് സമര നോട്ടീസ് കൊടുത്തതാണ്. നിരവധിയായ ആവശ്യങ്ങൾ ഞങ്ങൾക്കുണ്ട്. പക്ഷേ അതെല്ലാം വാരിവലിച്ച് പറയാതെ ഞങ്ങൾ 5 കാര്യങ്ങൾ മാത്രമാണ് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടത്. ഗവൺമെൻറ് മനസ്സ് വെച്ചാൽ 1 മണിക്കൂർ കൊണ്ട് തീർക്കാവുന്ന വിഷയമേ ഉള്ളൂ. ഏറെ നാളായി ഈ സർക്കാരിന് മുന്നിൽ റേഷൻ വ്യാപാരികൾ ഉയർത്തുന്ന ആവശ്യമാണ് എല്ലാം. ദിവസങ്ങൾക്ക് മുൻപ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി, ധനമന്ത്രി എന്നിവരുമായി റേഷൻ വ്യാപാരികൾ ചർച്ച നടത്തി. എന്നാൽ ആവശ്യങ്ങളിൽ അനുകൂല തീരുമാനം ഉറപ്പായില്ല. ഇതോടെയാണ് സമരത്തിലേക്ക് സംയുക്ത സംഘടനകൾ ഇറങ്ങിയത്. എന്നാൽ മന്ത്രി GR അനിൽ സമരക്കാരെ പൂർണ്ണമായി തള്ളുകയാണ്. ജനങ്ങൾക്ക് അരി നിഷേധിക്കുന്ന നിലപാട് ആരും സ്വീകരിക്കാൻ പാടില്ലാത്തതെന്ന് മന്ത്രി പറഞ്ഞു. ദേശീയ പണിമുടക്ക് നടക്കുന്ന സമയത്ത് പോലും പാലും അതുപോലെ റേഷൻ കടകളിലെ സാധനങ്ങളും ലഭ്യമാക്കാനുള്ള നടപടിയാണ് സാധാരണ സ്വീകരിക്കുന്നത്. കാരണം ഒരു നിഷേധ നിലപാടില്ലല്ലോ, തുറന്ന മനസ്സല്ലേ. ചർച്ചയിൽ മറ്റൊന്നും സമരക്കാർ അറിയിച്ചില്ലെന്നും മന്ത്രിയുടെ ആക്ഷേപം. വേണ്ടി വന്നാൽ വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാണെന്നും മന്ത്രി വ്യക്തമാക്കി. പണിമുടക്കിൽ നിന്ന് പിന്മാറുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അവരുമായി ചർച്ച നടത്തി ഉണ്ടാക്കിയ ധാരണകളാണ് പൊതു ചർച്ചകളിൽ പരസ്യമായി തന്നെ ധനമന്ത്രി ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ അത് തൃപ്തരല്ലെങ്കിൽ ഇനി വീണ്ടും ചർച്ച ചെയ്ത് പരിഹരിക്കാം. CITU നേതാവും മുൻ മന്ത്രിയുമായ TP രാമകൃഷ്ണൻ മന്ത്രിയെ പരിഹസിച്ച് രംഗത്തെത്തി. എല്ലാം പരിഹരിച്ചുവെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പത്രത്തിൽ കണ്ടെന്നും നടപ്പിലാക്കിയാൽ പോരെ എന്നും TP രാമകൃഷ്ണൻ ചോദിച്ചു. സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു TP രാമകൃഷ്ണൻ. ഇപ്പോൾ ചർച്ച ചെയ്ത് ധാരണയിലെത്തി എന്ന് ഗവൺമെൻറ് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ ദിവസം പത്രത്തിൽ വരികയുണ്ടായി. അത് വായിച്ചപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കി. അത് അവരെ നടപ്പിലാക്കിയാൽ മതിയല്ലോ. നാളെ വൈകുന്നേരം 5 മണി വരെയാണ് സമരം. ജൂലൈ മാസത്തിലെ റേഷൻ വിതരണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. സമരത്തിന് ശേഷം അടുത്ത ദിവസം മുതൽ റേഷൻ വിതരണം ആരംഭിക്കും. സംസ്ഥാനത്തെ 95 ലക്ഷം കാർഡ് ഉടമകളിൽ 85 ലക്ഷം പേരും സ്ഥിരമായി റേഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവരാണ്. ഇത്തവണ ആനുകൂല്യ വിതരണം കൃത്യമായി പൂർത്തിയാക്കാൻ കഴിയുമോ എന്നതും ചോദ്യം. ശനിയും ഞായറും റേഷൻ കട അവധിയായിരുന്നു. ഇന്നും നാളെയും സമരം. അങ്ങനെ സംസ്ഥാനത്ത് റേഷൻ വിതരണം സ്തംഭിക്കുന്നത് തുടർച്ചയായ 4 ദിവസം. ഇരകളാക്കപ്പെടുന്നതും ബുദ്ധിമുട്ടനുഭവിക്കുന്നതും ജനങ്ങളാണ്, സാധാരണ മനുഷ്യർ. ക്യാമറാമാൻ മനീഷ് VS-നും സിറിലിനുമൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. സമരമെന്ന് അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ തന്നെ മുന്നേറി. ഈ ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ചില്ലെങ്കിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുമെന്നാണ് വ്യാപാരികളുടെ മുന്നറിയിപ്പ്. അവർ നമ്മളോട് പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ്. പിന്നെ നമുക്ക് വലിയ പ്രതിസന്ധിയല്ലേ. നമ്മൾ ആഹാരത്തിന് വേണ്ടി തെണ്ടയാണ് ഇപ്പോൾ. ഞങ്ങളുടെ ആവശ്യങ്ങൾ വിവിധപരമായി ഇപ്പോൾ സർക്കാർ ഞങ്ങളോടുള്ള അവഗണനയാണ്. ദൈനംദിന ചെലവിനുള്ള കാശ് പോലും ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നില്ല. മെയിൻ പ്രശ്നം വേതന പാക്കേജ് പരിഷ്കരിക്കുക. ഈ വേതനത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കോവിഡ് കാലത്ത് 59ഓളം റേഷൻ വ്യാപാരികൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അന്ന് ആരും പുറത്തിറങ്ങാത്തപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി കിറ്റ് വിതരണം ചെയ്ത് ആ കിറ്റിൻ്റെ കമ്മീഷൻ സുപ്രീം കോടതി തരണം എന്ന് പറഞ്ഞിട്ട് പോലും സർക്കാർ തരുന്നില്ല. റേഷൻ വ്യാപാരികളെ സമരത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അത് മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കണം. റേഷൻ കടക്കാർ മൊത്തം ആത്മഹത്യയുടെ വക്കിലാണ്. അത്ര പരിതാപകരമായ അവസ്ഥ ആയതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിങ്ങനെ 48 മണിക്ക് രാപ്പകൽ സമരത്തിന് ഒരുങ്ങിയത്. ഗവൺമെൻറ്റിൽ നിന്ന് വളരെ പ്രതീക്ഷ എന്തെങ്കിലും തന്നില്ലെങ്കിൽ പരമകഷ്ടമായിരിക്കും. എന്തായാലും മന്ത്രി തന്നെ നേരിട്ടിടപെട്ട് ചർച്ച ചെയ്ത് എത്രയും വേഗം പരിഹരിക്കണം. കാരണം ആളുകൾക്ക് അന്നം മുട്ടുന്നൊരു സമരമാണ് ഇതിപ്പോൾ. റേഷൻ കടകൾ അടച്ചിട്ട് സമരം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സാധാരണ ഒരു സമരം പോലെയല്ല. കാർഡ് ഉടമകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. സാധാരണക്കാരായ ആൾക്കാരാണ് റേഷനരി വാങ്ങി ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമരം അടിയന്തരമായി ഇടപെട്ട് തീർക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഷഹാന ഷെറിൻ പറയുന്നു, വയനാട്ടിൽ വളരെയധികം മഴയുണ്ട്. ഞാൻ സ്കൂളിൽ പോയത് വളരെ ബുദ്ധിമുട്ടിയാണ്. കളക്ടർ ഒന്നും കാണുന്നില്ലേ? നാളെ ഒരു ലീവ് വേണം എന്നാണ് പറയുന്നത്. എന്തായാലും കളക്ടർ അവധി കൊടുത്തിട്ടില്ല. ഒരു ജില്ലയിലും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല. കുട്ടികളൊക്കെ നാളെ സ്കൂളിൽ പോകാൻ തയ്യാറെടുക്കണം. അതുപോലെ ഒരു ക്യാമ്പസിനും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല.